മുഴങ്ങി കേൾക്കുന്നത് വേട്ടക്കാരുടെ ശബ്ദമാണ് എന്നുള്ളത് നാം കാണണം. ഇരകൾ നിശബ്ദരായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഇരകൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ, അവൾക്ക് മിണ്ടാൻ കഴിയാതെ പോകുമ്പോൾ വേട്ടക്കാരുടെ ശബ്ദം നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സമൂഹത്തിൽ ഒട്ടും ഉചിതമല്ല എന്ന് നാം പറഞ്ഞ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 7.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് പല തലത്തിൽ പല രീതിയിൽ അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ ക്രൂരമായി നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാതെ പോകാതെ വയ്യ. നമ്മൾ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും മുന്നിലേക്ക് വരാനായിട്ട് അവര് പരാതി കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെ അവരിൽ തന്നെ ഏറ്റവും ധൈര്യവതികളായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം, പിന്തുണ ആ രീതിയിലുള്ള കുട്ടികളും സ്ത്രീകളുമാണ് മുന്നോട്ട് വരുന്നത്. അവിടെയും അവർക്ക് പ്രത്യക്ഷത്തിൽ മുന്നേക്ക് വന്ന് സംസാരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് വേട്ടക്കാരുടെ ശബ്ദമാണ് എന്നുള്ളത് നാം കാണണം. ഇരകൾ നിശബ്ദരായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഇരകൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ, അവൾക്ക് മിണ്ടാൻ കഴിയാതെ പോകുമ്പോൾ വേട്ടക്കാരുടെ ശബ്ദം നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സമൂഹത്തിൽ ഒട്ടും ഉചിതമല്ല എന്ന് നാം കാണണം. ഇപ്പോ റീസെന്റ് ആയി നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ ഭേദവ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സ്ത്രീകൾ ഇപ്പോ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷെ അങ്ങനെ പോലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകൾ പ്രതികരിച്ചതിനെ സമൂഹത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ അവർ വേട്ടയാടപ്പെടുന്നത് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം കാണണം. ഇരയ്ക്ക് മൈക്കിന് മുന്നിലേക്ക് വരാൻ കഴിയുകയില്ല. എന്നാൽ വേട്ടക്കാരന് ആ മൈക്ക് വെച്ചു കൊടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് നാം കാണണം. കൂട്ടായിട്ടുള്ള പ്രവർത്തനം അതിനെതിരെ ഉണ്ടാകണം. ആ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമവും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ പറഞ്ഞതുപോലെ വാക്കാൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ ഇപ്പൊ പോഷ് ആക്ട് ഉണ്ട് തൊഴിലിടങ്ങളിൽ. എന്തുകൊണ്ട്? ഇപ്പോ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈ സ്ത്രീകളുടെ അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് പോഷ് ആക്ട്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും നമുക്ക് പോഷ് ആക്ട് പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ നിലവിൽ വന്നു. ഇപ്പോൾ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, IT പാർക്കുകളിൽ എല്ലാം തന്നെ നിലവിൽ വരികയാണ്. സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സിനിമാ സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലുള്ള പരിശീലനം നൽകി അതിന്റെ ഇഫക്റ്റീവായി അത് പ്രയോഗത്തിൽ വരുന്നതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അതില് സംഘടനകളുമായിട്ടുള്ള ചർച്ചയിൽ വന്ന ഒരു കാര്യം, എന്താണ് ഇന്റേണൽ കമ്മിറ്റി എന്നും എന്താണ് ആക്ട് എന്നും അറിയുന്ന ആളുകൾ അതിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ കുറച്ചേറെ സങ്കീർണതകൾ ഉണ്ടായി. ഒരു ഓഫീസ് പോലെയല്ല ഒരു സിനിമ അതായത് ഒരു എഗ്രിമെന്റ് വെക്കുന്ന പ്രൊഡ്യൂസറുമായിട്ടോ കമ്പനിയുമായിട്ടോ എഗ്രിമെന്റ് വെക്കുന്ന ഇടം മുതൽ പിന്നീട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നത് വരെ ഒരു വ്യാപകമായിട്ട് വിപുലമായി കിടക്കുന്ന ഒരു ജോബ് സ്പേസ് ആണ്, ജോബ് ഏരിയയാണ്. എഡിറ്റിംഗ് ഉണ്ട്, ഡബിംഗ് ഉണ്ട്, ഷൂട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ഇതുണ്ട് എന്നുള്ളത് നമ്മൾ കാണും. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി യോഗാധ്യക്ഷ മെഡിക്കൽ കോളേജിൽ നമ്മൾ PG പഠിക്കുന്ന പെൺകുട്ടികൾ അവർ ഡബിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളകൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളും പുരുഷന്മാരും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം. ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ, പാഷനെ ചേസ് ചെയ്യുവാൻ, സ്വപ്നത്തെ ചേസ് ചെയ്യുവാൻ കഴിയും. എനിക്ക് കഴിയും, നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ, പിന്നോട്ട് പോകാതെ, ഇരുട്ടിലേക്ക് പോകാതെ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ട് സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുവാൻ ഓരോ വ്യക്തിക്കും കഴിയണം. അത് പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.